പിന്നെ കുറച്ചുകൂടി വന്നപ്പോൾ ലാൽഗുഡി സാറിന്റെ അങ്ങനത്തെ പല എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് ആ ഒരു രാഗത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഫീലും എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റിയ. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ ലാൽഗുഡി സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ടി എൻ കൃഷ്ണൻ സാർ, അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ. പിന്നെ അതുകൂടാണ്ട് പിന്നെ കുറേ കൂടി നമ്മൾ ഹൈസ്കൂള് അല്ലെങ്കിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടി പുറത്തുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ബാൻഡുകൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഫ്യൂഷൻ ഇപ്പം ബാലുചേട്ടനായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം ആ ഒരു സമകാലികമായിട്ട് നമ്മൾ പോണ സമയത്ത് ഇതുപോലെ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് വയലിൻ വരുമ്പോൾ ഫെൻഡർ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ അന്നൊക്കെ നമുക്ക് ഒരു ഈസ്റ്റേൺ വയലിൻ അല്ലെങ്കിൽ നമ്മുടെ വുഡായിട്ടുള്ള വുഡൻ വയലിൻ, അക്കോസ്റ്റിക് വയലിനാണ് നമുക്ക് അവൈലബിൾ. പക്ഷേ ഈ ബാൻഡ് എന്ന് പറഞ്ഞ പെർഫോമൻസിലൊക്കെ വരുമ്പോൾ ഡ്രംസ്, ഗിറ്റാർ, കീബോർഡിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ എത്ര മൈക്ക് വെച്ചാലും നമുക്ക് ആ ഒരു ലെവൽ കിട്ടില്ല. അല്ലെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഇലക്ട്രിക് വയലിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് ബാലുചേട്ടൻ ഒരു ഫെൻഡറിന്റെ ഒരു വയലിൻ വാങ്ങിയത്. ആറ്റുകാൽ ബാലുചേട്ടനാണ് ആദ്യം വാങ്ങിയത്, ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം.